കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സുനിലിൻ്റെ പൂപ്പാടം വളരെ അധികം ശ്രദ്ധ ആകർഷിക്കുകയും കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കേരളത്തിലുടനീളം സുനിലിൻ്റെ പൂപ്പാടത്തിൻ്റെ സമൃദ്ധിയും പൂപ്പാടത്തിൻ്റെ ഭംഗിയും എല്ലാ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ മീഡിയകളിലും വളരെ ഭംഗിയായി വരികയും വളരെ പുകഴ്ത്തപ്പെടുകയും ചെയ്തതാണ്. ഓണം കളറാക്കാൻ, കഞ്ഞിക്കുഴിയെ കളറാക്കാൻ ഞങ്ങളുടെ കഞ്ഞിക്കുഴിയിലെ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ, കഞ്ഞിക്കുഴി കൃഷിയിലെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ തലവയായിട്ടുള്ള കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ അമ്പിളി മാഡം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഓണത്തിനുള്ള പൂക്കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അങ്ങനെ ഈ ഉദ്ഘാടനം നിർവഹിച്ച് ഇത് കഴിഞ്ഞ് ഏകദേശം 60 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം ബന്ദിയുടെ മഞ്ഞയും ഓറഞ്ചും വെള്ളയും ചേർന്ന വലിയൊരു പൂപ്പാടമാണ്. 2.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഓണത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രദർശനമാണ് നമ്മൾ ആലോചിക്കുന്നത്. വരുന്നവർക്ക് വ്യത്യസ്തമായ ചിത്രങ്ങൾ എടുക്കുവാനും റീൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൽഫി പോയിന്റ് ഉണ്ടാകും, കുതിര സവാരി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും വിശിഷ്ടാതിഥികൾ വന്നുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള കലാപരിപാടി ഉണ്ടാകും. കേരളത്തിലുടനീളം സുനിലിൻ്റെ പൂപ്പാടത്തിൻ്റെ സമൃദ്ധിയും പൂപ്പാടത്തിൻ്റെ ഭംഗിയും എല്ലാ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ മീഡിയകളിലും വളരെ ഭംഗിയായി വരികയും വളരെ പുകഴ്ത്തപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഇത്തവണയും അത് അതേ രീതിയിൽ തന്നെ യഥാസമയം നമുക്ക് ഓണം എന്ന് പറയുന്ന ഇത്തവണ സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും നമുക്ക് പൂക്കൾ കൃത്യമായി വിപണനത്തിനെത്തണം. അത് കണക്ക് കൂട്ടി കൃത്യസമയത്ത് തന്നെ അതിൻ്റെ നടിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ സുനിലിനും സുനിലിൻ്റെ കുടുംബത്തിനും ഇതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ കൃഷിയിൽ നിന്ന് ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനെയും കഞ്ഞിക്കുഴി കൃഷിഭവനെയും അഭിനന്ദിക്കുന്നതിനും ഈ അവസരം വിനിയോഗിക്കുകയാണ്. സുനിലിനെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്കിത് കളർ മനസ്സിലാവില്ല. ഇതിപ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കണം, പക്ഷേ ഇതിൻ്റെ കളർ നമ്മൾ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് കണക്കൂട്ടിയെടുക്കുന്നത്? ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നേഴ്സറി പാകിയ തൈയാണിത്. ഇത് നമ്മുടെ പെരുമ്പളത്തുള്ള നേരത്തെ കണ്ടില്ലേ ശ്രീകുമാർ എന്ന് പറയുന്ന അഗ്രി ഫാമിൻ്റെ ഉടമ പാകിയെടുത്താണ്. അപ്പോൾ അവർ പാകുമ്പോൾ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാകും. അതുകൊണ്ട് ഇത് യെല്ലോയാണ്. ആ യെല്ലോയ്ക്ക് ഒരു മാർക്കുണ്ട്. അതായത് ഈ ട്രേ മുറിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഓറഞ്ച് എന്ന് പറയുന്ന ട്രേയുടെ മൂലകൾ മുറിച്ച് വെച്ചിരിക്കും. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ തൈ നട്ടിട്ടുള്ളത്. എന്തായാലും നല്ല കരുത്തുള്ള തൈയല്ലേ, പക്ഷെ നമ്മളത് നോക്കുമ്പോൾ എല്ലാ തൈ ഒരേപോലെ നിൽക്കുന്നു. പക്ഷെ ഇതെങ്ങനെ കളർ നിങ്ങൾ ഇത് തരംതിരിച്ചെടുക്കും എന്നുള്ളതാണ്. അതാണ്. ഏതൊക്കെ കളറുണ്ട് നമുക്ക്? 3 കളർ ഇട്ടുണ്ട്. 3 കളർ വെച്ചാൽ ഓറഞ്ച് ഉണ്ട്, മഞ്ഞ ഉണ്ട്, അതോടൊപ്പം തന്നെ വൈറ്റ് ഉണ്ട്. അപ്പോൾ 3 കളർ നമുക്കുണ്ട്. അത് കൂടാണ്ട് വാടാമല്ലി ഉണ്ട്. വാടാമല്ലി നമ്മൾ ആദ്യം തന്നെ നട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ അതിൻ്റെ പ്രത്യേകിച്ച് ഇത് ബന്ദി എന്ന് പറഞ്ഞ സാധനം നട്ട് കഴിഞ്ഞ് 40 ദിവസം കഴിയുമ്പോൾ പൂവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ നടന്നത് ഈ ഓണത്തിന് പറിക്കാവുന്ന ആ ടൈം കണക്കൂട്ടിട്ടുള്ള അത്തത്തിന് പൂവാണ്. അത്തത്തിന് പൂവായി 10 ദിവസം അത് പ്രദർശനമുള്ളതുകൊണ്ട് നല്ല പൂവായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇപ്പോൾ 65 ദിവസം മുമ്പേ, അതായത് തിരുവോണത്തിന് ഇനി 65 ദിവസമുണ്ട്. 65 ദിവസം മുമ്പേ നമ്മൾ തൈ നട്ടു. അതായത് തൈ നട്ടെന്ന് പറയുമ്പോൾ 20 ദിവസം പ്രായമുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന തൈ 20 ദിവസം പ്രായമുള്ള തൈയാണ് ഉണ്ടാകും. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ ഉണ്ടാകണം, വരണം. കഞ്ഞിക്കുഴിയെ കളറാക്കുന്നത് മാത്രം പോരാ, ഈ കർഷകൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും ഉണ്ടാകണം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.